ഹായ് ഓൾ, നമ്മളിന്നൊരു സ്വിംഗ് ട്രേഡിൻ്റെ സ്റ്റോക്ക് സെലക്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ പേര് അപ്പോളോ എന്നാണ്. അപ്പോളോ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് ഫുൾ സ്ക്രീൻ ആകട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ക്ലിയർ ആയിട്ടൊരു ട്രെൻഡ് ലൈൻ കാണാൻ സാധിക്കും. അതായത് ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ചെയ്താണ് ഇപ്പോൾ കറണ്ട് പ്രൈസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി 4-5 വട്ടം ഈ പ്രൈസ് പോയിൻ്റ് ഈ സപ്പോർട്ട് ലൈൻ ബേസ് ചെയ്താണ് പോകുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ആ റേഞ്ചിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു എൻട്രി പോയിൻ്റ് എടുക്കാനുള്ളൊരു കറക്റ്റ് ടൈമായിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ എൻട്രി പോയിൻ്റ് പറയുകയാണെങ്കിൽ ഈ കറണ്ട് പ്രൈസ് പോയിന്റിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കൺസിഡർ ചെയ്യുന്നതും നന്നായിരിക്കും. അപ്പോൾ അതുപോലെ ഇനി അടുത്തത് സ്റ്റോപ്പ് ലോസ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു ഓപ്ഷൻ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് എപ്പോഴാണോ താഴേക്ക് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്ത് പോകാം. അതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടൊരു ഓപ്ഷൻ. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു ഓപ്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് പോയിന്റ് ഒരു 98.99 അതൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഇൻ കേസ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഫേക്ക് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാവാണ്ടിരിക്കാൻ അത് നന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ടാർഗറ്റിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് ഒരു 117-116 ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ സേഫായിട്ട് കളിക്കുന്ന ഒരാൾക്ക് അത് നന്നായിരിക്കും. ഇനിയും റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ഒരു 120-125 വരെ പോയാലും അത് നന്നായിരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വിങ്ങിലായിക്കോട്ടെ എന്തിലായിക്കോട്ടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ലോസാണ്. ആ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് എന്തുമാത്രം ലോസ് ആവും എന്നൊരു കൺസിഡറേഷൻ ഉണ്ടാവണം. അതിനനുസരിച്ചുള്ള ഫണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ സ്റ്റോക്കിലേക്കൊരു ട്രേഡ് ഇടാൻ നിങ്ങൾ തീരുമാനിക്കാവുള്ളൂ. അപ്പോൾ ആ ഒരു ഫാക്ടർ നിങ്ങൾ എപ്പോഴും കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ട്രേഡിലേക്ക് ഇറങ്ങാൻ.